പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കും? പി ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. പി കെ ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വി എൻ വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കും? പി ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. പി കെ ശശിക്കെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ആരോപണം വന്നു, ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വി എൻ വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഖാക്കളെ, നിങ്ങളുടെ ലിംഗത്തിന്റെ തുമ്പത്ത് ശുക്ലം ഉണങ്ങിപ്പിടിച്ച് കിടപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ സഖാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ. മുകേഷിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ സഖാക്കൾ പറയുന്ന മറുപടി എന്താ? അയാൾ പാർട്ടിക്കാരനല്ല എന്നാ. പക്ഷേ മുകേഷ് കൊല്ലത്ത് 1, 2, 3 തവണ മത്സരിച്ചത്, ആ 3 തവണ മത്സരിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ്. ആ മുകേഷിനെതിരെ എന്ത് നടപടി ഉണ്ടായി? മുകേഷിനെതിരെ ആരോപണം വന്നു, കേസ് രജിസ്റ്റർ ചെയ്തു, FIR ഇട്ടു, മുകേഷിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടയച്ചു, കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിൽ പറയുന്നു മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും വാസ്തവമാണെന്ന്. ഈ ബലാത്സംഗ വീരനെതിരെ എന്ത് നടപടിയാണ് സഖാക്കൾ എടുത്തിരിക്കുന്നത്? അത് ചോദിക്കുമ്പോൾ വീണ്ടും സഖാക്കൾ പറയും മുകേഷ് പാർട്ടിക്കാരനല്ല എന്ന്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ, അത് ഒഫീഷ്യൽ പരാതിയായി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസൽ, കോടതിയിലെത്തുമ്പോൾ ആരോപണങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. ഇവിടെയാണ് സഖാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ. ആരാ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്? അത് വളരെ വിചിത്രമാണ്. ഒന്ന് മുകേഷാണ്, മറ്റൊന്ന് ഗണേശനാണ്, മറ്റൊന്ന് കടകംപള്ളിയാണ്, മറ്റൊന്ന് തോമസ് ഐസക്കാണ്, പിന്നെ പി ശശിയാണ്, പിന്നെ പി കെ ശശിയാണ്, AK ശശീന്ദ്രനുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട് കൂട്ടത്തിൽ. മുൻ ഭാര്യയെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച മുഹമ്മദ് റിയാസ്. ആ കൂമ്പിനിടിച്ചത് കൊണ്ട് എന്ത് പറ്റി? മുഹമ്മദ് റിയാസിന് മന്ത്രിയാവാൻ പറ്റി, മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞു. അന്ന് ആദ്യ ഭാര്യയെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചവനാ ഈ മുഹമ്മദ് റിയാസ്. അപ്പോൾ ഈ യോഗ്യതയൊക്കെ ഉള്ള ആളുകളാണ്, PhDയെ വെല്ലുന്ന യോഗ്യതകളാണ്. എക്സ്പീരിയൻസ്, അനുഭവം മീൻസ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ സ്ത്രീകളെ എങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്താമെന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ അത് നടത്തി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വിജയിച്ച ആളുകളാണ് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം അല്ലേ? പരാതികളുണ്ടെന്നാ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്താ പരാതി? ഏതാ പരാതി? ആരാ പരാതിക്കാരി? എന്തേ ഈ പരാതികളുടെയൊക്കെ കോടതിയിലെത്തിയപ്പോഴുള്ള അവസ്ഥ എന്താണ്? കോടതിയിലെത്തുമ്പോൾ ഈ പരാതിയുടെയൊക്കെ സ്വഭാവം എന്താണ്? കോടതി എന്താ പറയുന്നത് പരാതിയെക്കുറിച്ച്? ബലാത്സംഗമല്ല, പീഡനമല്ല, അതിനുള്ള തെളിവുകളില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ സത്യാവസ്ഥ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് എന്തിനു വേണ്ടിയിട്ടാ? രാഹുലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട്, രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട്. അയാൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ അജണ്ടയുണ്ടായിരുന്നു. അതാണ് ഡിസംബർ 31 വരെ 2025 ഡിസംബർ 31 വരെ പുതുവത്സരാശംസകൾ നേർന്ന് മെസ്സേജ് അയച്ച യുവതി, ആശംസ കൈമാറിയ യുവതി ജനുവരി 1 ആകുമ്പോൾ പരാതിക്കാരിയായി മാറുകയാണ് അല്ലേ? അത്രയും നാൾ സ്നേഹവും റൊമാൻസും പങ്കുവെക്കലും ചേർത്ത് പിടിക്കലും കരുതലുമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ശത്രുക്കളായി മാറുകയാണ്, പരാതിക്കാരും കുറ്റാരോപിതനുമായി മാറുകയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്, ഇന്നിപ്പോൾ ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്.
ആ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി പറഞ്ഞത് നാളെ പരിഗണിക്കാമെന്നാണ്. നാളെ കോടതി എന്ത് പറയും എന്നുള്ളതാണ് നമ്മളെല്ലാം ആഘോഷയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അയാളെ വേട്ടയാടിയതാണ്, അയാളെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തതാണ്, കസ്റ്റഡിയിലെടുത്തതാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ന്യായം എന്ന് പറയുന്നത്. അല്ലേ? ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി അതൊരു സ്ത്രീ നൽകുമ്പോൾ ആ കുറ്റാരോപിതനെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അധികാരം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് കരുതിക്കൊണ്ട് പിണറായി വിജയൻ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അത് വ്യക്തമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് പുറത്താണ്, രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഇതുകൊണ്ട് എന്തുണ്ടായി? എന്തിനു വേണ്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്തു? എന്തായിരുന്നു രാഷ്ട്രീയ താല്പര്യം? താല്പര്യമുണ്ടാകുമല്ലോ. നമ്മൾ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് രാഷ്ട്രീയ താല്പര്യം? അത് പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സഖാക്കൾക്ക് പോലും സംശയം ഉണ്ടായില്ല. അപ്പം എന്ത് വേണം? ഒരറസ്റ്റ് വേണം, കൂടുതൽ ക്രൂരതകൾ വേണം. കാരണം ആരോപണങ്ങൾ, പരാതികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജാമ്യം പോലും കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്കെതിരെ പറയാൻ മറ്റ് കാരണങ്ങളില്ല. അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഇവർ കരുതി. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് പോയത്. പക്ഷേ അറസ്റ്റ് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അറസ്റ്റ് ഉണ്ടായപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയുമായിട്ട് ആളുകൾ വരാൻ തുടങ്ങി. മറു ചോദ്യങ്ങളുമായിട്ട് പൊതുജനം രംഗത്ത് വരാൻ തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിലെ താരപരിവേഷം അതങ്ങനെ വളർന്ന് പന്തലിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാളികളില്ലാത്ത അവസ്ഥയായി മാറി. ഇത് കണ്ടപ്പോൾ സരീം പറഞ്ഞു, പാലക്കാട് വേണ്ട, ഞാൻ പാലക്കാട്ട് നിന്ന് പോകുക. എങ്ങോട്ടാ പോണത്? ഉറപ്പുള്ള വിജയം, ഉറപ്പുള്ള സുനിശ്ചിതമായ മണ്ഡലം വേണം, സിറ്റിംഗ് സീറ്റുകൾ വേണം, എനിക്ക് വിജയിക്കണം. പാലക്കാട്ട് നിന്നാൽ രാഹുൽ എന്തായാലും മത്സരിക്കും. രാഹുൽ മത്സരിച്ചാൽ പിന്നെ എൻ്റെ ഗതി അതോ ഗതിയാണ്. അതുകൊണ്ട് ഞാൻ പാലക്കാട് വിടുന്നു എന്നാണ് ആര് പറയുന്നത്? സരീം പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഒറ്റപ്പാലം, അതല്ലെങ്കിൽ ഷൊർണൂർ. ഇതാണ് സരീൻ്റെ നോട്ടം. കാരണം രാഹുൽ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത്, പിന്നിൽ നിന്ന് കളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം സ്ഥാനത്ത് സരീനാണ്. സരീൻ എന്ന് കളി തുടങ്ങി എന്ന് ചോദിച്ചാൽ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ, അന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തായിരുന്നു സരീൻ. അന്നത്തെ കളി എന്തായിരുന്നു? അന്നത്തെ കളി എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള കളിയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി, മറുകണ്ഠം ചാടി വെരി നെക്സ്റ്റ് മൂമെൻറ്റിൽ. എന്നിട്ട് എന്തുണ്ടായി? മത്സരിച്ചു സ്വതന്ത്രനായിട്ട്, LDF സ്വതന്ത്രൻ. പക്ഷേ 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞപ്പോൾ കുറച്ചു കാലത്തിന് സരീനെ കാണാനുണ്ടായില്ല. എവിടെ പോയി എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ പിടുത്തം കിട്ടിയത് ഇപ്പോഴാ. സരീൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. തൻ്റെ ദുബൈ കണക്ഷൻ, തൻ്റെ വിദേശ കണക്ഷനുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ തയ്യാറാക്കുകയായിരുന്നു. രാഹുലിനെതിരെയുള്ള സ്വരങ്ങളായിട്ട്, ശബ്ദങ്ങളായിട്ട് പുറത്തു വരാൻ വേണ്ടി അവരെ പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സരീൻ്റെ നെറികെട്ട കളികൾ. ഇപ്പം അവസാനം എന്തുണ്ടായി? അവസാനം ജനം തിരിച്ചു ചോദിച്ചു തുടങ്ങി, സഖാക്കളെ, നിങ്ങളുടെ ലിംഗത്തിന് തുമ്പത്ത് ശുക്ലം ഇപ്പോഴും ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. ആ നിങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത് എന്ന്. ഇപ്പം എന്തായി? അറസ്റ്റും മൂഞ്ചി, പരാതിയും മൂഞ്ചി, എല്ലാം മൂഞ്ചി. രാഹുൽ സ്റ്റാറായി, രാഹുൽ മത്സരിക്കുമെന്നുള്ളതായി, രാഹുൽ വിജയിക്കുമെന്നുള്ളതും ഉറപ്പായി. അങ്ങനെ ഒരു അവസ്ഥ, ദുരവസ്ഥ. എന്തൊക്കെ ആയുധങ്ങളെടുത്ത് പരിശോധിച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ആയുധങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടും രാഹുലിനെ തളർത്താൻ സാധിച്ചിട്ടില്ല. രാഹുലിൻ്റെ ജനപ്രീതി അങ്ങനെ വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ അല്ലേ? ആർക്കുണ്ടാകും ഇങ്ങനെ ഒരു ദുരവസ്ഥ? ആർക്കും ഉണ്ടാവില്ല.
ഉണ്ടാകുമോ? ഒരാൾക്കും ഉണ്ടാവില്ലെന്നേ. എന്താ കാരണം? പണിയെടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നായ നയിക്കും പോലെ പണിയെടുത്തിട്ട് തൊട്ടി മുകളിലെത്തുമ്പോൾ നോക്കുന്നത് ഓട്ടത്തൊട്ടിയിലേക്കാണ്. ആഹാ, ഈ ഓട്ടത്തൊട്ടിയിലാണ് ഇത്ര നേരം വെള്ളം കോരിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അറസ്റ്റും പരാതികളും കേസും കോടതിയും റിമാൻഡും കസ്റ്റഡിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അനുകൂല ഘടകമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ. അവിടെയാണ് CPM-ന്റെ തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് നമ്മൾ ഇന്നലകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പരിശ്രമം, അതാണ് നമ്മൾ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ AK ബാലൻ ഏറ്റുപിടിക്കുന്നു, AK ബാലൻ പറയുന്നതിനെ സജി ചെറിയാൻ ഏറ്റുപിടിക്കുന്നു. അങ്ങനെ നിരന്തരമായ വിഷം തുപ്പിക്കൊണ്ട് കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷം തകർത്തുകൊണ്ട് അതിൽ നിന്ന് വോട്ടുണ്ടാക്കുവാനുള്ള ശ്രമം, അധികാര തുടർച്ചയിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് വിജയനും അടിമകളും ആഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ജനം കാത്തിരിക്കുന്നത് ഈ വിജയൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് എന്നുള്ള കാര്യം സഖാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.